ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമലോൺ തകർത്തതിന് പിന്നാലെ കസ്റ്റഡിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡ്സൺ കെറ്റാമലോണിന്റെ സൂത്രധാരൻ ആണെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. കെറ്റാമലോൺ ഡാർക്ക് നെറ്റ് വഴി എഡ്സൺ ഒരു മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകൾ. 70 ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി പിടിച്ചെടുത്തതായും NCB എഡ്സണെ ചോദ്യം ചെയ്യുകയാണ്. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചെയ്യുന്നുണ്ട്. രേണുക, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ആതിര, ലാസറഗരിയുടെ ഏറ്റവും പ്രധാന കണ്ണിയാണ് ഇന്നലെ പോലീസ് പിടികൂടിയത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടികൂടിയത് എന്ന് വേണം പറയാൻ. കാരണം ഈ ഡാർക്ക് വെബ് വഴി ലാസറഗരി കണ്ടെത്തുന്നത് കഴിഞ്ഞ 6 മാസമായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തിരയുകയാണ്. എവിടെയാണ് ഈ ശൃംഖല, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ശൃംഖലയുടെ ഉറവിടം എന്നൊരു കാര്യത്തിൽ അന്വേഷണം നടത്തുകയായിരുന്നു. വളരെ ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെ ഒരു മലയാളി യുവാവ്, അല്ലെങ്കിൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസനെയാണ് ഇന്നലെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് പിടികൂടിയത്. വീട്ടിൽ പോയപ്പോൾ ഇയാളോടൊപ്പം ഒരു സഹായം ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ഇന്റർനെറ്റ് വഴി, ഡാർക്ക് വെബ് വഴിയിലൂടെ രാസലഹരികളെല്ലാം കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാർക്കോട്ടിക് ബ്യൂറോയുടെ ഒരു വെളിപ്പെടുത്തൽ കൂടെ ഇങ്ങനെയാണ്. ഏറ്റവും വലിയ തിമിംഗലത്തെയാണ് പിടികൂടിയത്. ഡാർക്ക് വെബ് വഴിയുള്ള രാസലഹരികൾ കൈമാറുന്നതും അതിന്റെ ആശയവിനിമയങ്ങൾ പൂർണ്ണമായും രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന കണ്ണിയായ ഒരു തിമിംഗലത്തെ തന്നെയാണ്, ഒരു കൂറ്റൻ തിമിംഗലത്തെ തന്നെയാണ് ഈ ഡാർക്ക് വെബിന്റെ ഒരു കൂറ്റൻ തിമിംഗലമായ എഡിസനെയാണ് പിടികൂടിയത് എന്നാണ് പറയുന്നത്. ഡാർക്ക് വെബ് വഴി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇയാൾ ഈ ഒരു ശൃംഖലയിലുണ്ട്. പല രീതിയിലുള്ള ഇടപാടുകൾ, മയക്കുമരുന്നുകൾ, ഏറ്റവും കെമിക്കൽ, അല്ലെങ്കിൽ ഏറ്റവും ശരീരത്തെയും തലച്ചോറിനെയും കരന്ന് തിന്നുന്ന ഏറ്റവും കെമിക്കലായിട്ടുള്ള രാസലഹരിയാണ് ഇയാൾ കൈമാറിക്കൊണ്ടിരുന്നത്. ഈ 6 മാസത്തിനിടയിൽ അദ്ദേഹം ഈ 14 ദിവസത്തിനിടയിൽ തന്നെ ഇയാൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി 600 കേസുകൾ നടത്തിയിട്ടുണ്ടെന്നും കൂടെ അറിയാൻ കഴിയുന്നുണ്ട്. ദിനം പ്രതി 10,000 കേസുകൾ, അല്ലെങ്കിൽ 10,000 രീതിയിലുള്ള ഇടപാടുകൾ ഇയാൾ നടത്തുന്നുണ്ട്. എല്ലാം ഈ ഡാർക്ക് വെബിന്റെ സഹായത്തോടു കൂടി മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഡാർക്ക് വെബ് വഴി എഡിസന്റെ പക്കൽ നിന്നും ഡാർക്ക് വെബ് വഴി ലാസറഗരി വാങ്ങിക്കുന്നവർക്ക് എഡിസൺ ഡിസ്കൗണ്ട് നൽകുന്നു എന്നൊരു വാർത്തയുണ്ടായിട്ടുണ്ട്. എന്തായാലും ആ രീതിയിലൊക്കെ തന്നെ എഡിസൺ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പല കുഞ്ഞു കണ്ണികളെയും കുഞ്ഞു ശൃംഖലകളെയും പിടികൂടുന്നതിനിടയിലാണ് എഡിസനെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 ദിവസമായി നാർക്കോട്ടിക്സ് ബ്യൂറോ അന്വേഷണം തുടങ്ങിയത്. അങ്ങനെയാണ് മൂവാറ്റുപുഴ സ്വദേശി എഡിസന്റെ വീട്ടിലേക്ക് നാർക്കോട്ടിക്സ് ബ്യൂറോ എത്തുന്നതും വീട്ടിലെത്തുമ്പോഴും ഇയാൾ ഈ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ രാസലഹരികൾ ഒഴുക്കിക്കളയുന്ന, അല്ലെങ്കിൽ ഒഴുക്കി എത്തുന്ന ഒരു പണിയിൽ തന്നെയാകും ഇയാളും. ഇയാളുടെ സഹായം എന്തായാലും ഇന്നലെ പിടികൂടി. ഇതിന് പുറകിൽ വേറെ അദ്ദേഹത്തിന്റെ സഹായികളായ മറ്റു ചില സുഹൃത്തുക്കളും ഉണ്ടെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. അവരിലേക്കും ഇപ്പോൾ അന്വേഷണം എത്തുന്നുണ്ട്. കുപ്രസിദ്ധ ലഹരി വിൽപ്പനയുടെ ഒരു പ്രധാന ശൃംഖലയെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും നാർക്കോട്ടിക്സ് ബ്യൂറോ പിടികൂടിയത്. കെമറ്റലോൺ എന്ന ഡാർക്ക് വെബ് വഴി കെമറ്റലോൺ എന്നൊരു ഏറ്റവും വലിയ, ഏറ്റവും മൂർധന്യാവസ്ഥയിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഒരു ലഹരി ആണ് ഇയാൾ വിൽപ്പന ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വൻകിട തട്ടിപ്പുകൾ മുതൽ, അല്ലെങ്കിൽ ചെറുകിട ലഹരികൾ വരെ ഇയാൾ ഇങ്ങനെ ഡാർക്ക് വെബ് വഴി ഒഴുകി കൊടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഏറ്റവും പ്രധാന കണ്ണിയെ തന്നെയാണ് നാർക്കോട്ടിക്സ് ബ്യൂറോ ഇന്നലെ പിടികൂടിയത്. ഇനി മറ്റ് ഇയാളെ കേന്ദ്രീകരിച്ച് ഇയാളുടെ പക്കലുള്ള രാജ്യാന്തര മേഖലകളിലെല്ലാം ഇയാൾക്ക് ബന്ധങ്ങളുണ്ട്. അവരിലേക്കും ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ആതിര. ശരി രേണുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖല കെറ്റാമലോൺ തകർത്തതിന് പിന്നാലെ കസ്റ്റഡിയിലായ മൂവാറ്റുപുഴ സ്വദേശി എഡ്സൺ കെറ്റാമലോണിന്റെ സൂത്രധാരനാണെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. കെറ്റാമലോൺ ഡാർക്ക് നെറ്റ് വഴി എഡ്സൺ ഒരു മാസം കൈകാര്യം ചെയ്തത് 10,000 LSD ബ്ലോട്ടുകൾ. 70 ലക്ഷം മൂല്യമുള്ള ക്രിപ്റ്റോ കറൻസി പിടിച്ചെടുത്തതായും NCB എഡ്സണെ ചോദ്യം ചെയ്തു വരികയാണ്.